ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുക്കിനിയും അതുപോലെ കടലയും വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ ഞാനിവിടെ ഒരു 1.25 കപ്പ് വേവിച്ച കടല എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കടല വേവിക്കുന്ന പോലെ ഉപ്പും അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചിട്ടെടുത്തുള്ളതാണ്. വേവിച്ചതിന് ശേഷമുള്ള അളവാണ് ഞാൻ 1.25 കപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഇതാ ഈ ഒരു വെജിറ്റബിൾ ചേർത്തിട്ടാണ് നമ്മൾ കടല ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് സുക്കിനിയാണ്. അപ്പൊ ഇത് കാണാൻ ഏകദേശം നമ്മുടെ ഇളം മത്തനില്ലേ, അത് നീണ്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. അപ്പൊ തൊലിയൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സുക്കിനി എന്ന് പറയുന്നത് മത്തന്റെ ഒരു കാറ്റഗറിയിൽ, അതായത് ആ ഒരു ഫാമിലിയിൽ പെടുന്ന ഒരു പച്ചക്കറി തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് അതിന്റെ തൊലിയോട് കൂടി തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയേ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ 2 അറ്റം ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ ഒരു ഇളം സുക്കിനി നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പച്ചക്കറി നമുക്ക് ഈ ഒരു കളറിലും അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിലും കാണാറുണ്ട്. ഇപ്പൊ ഇതാ സുക്കിനി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിന്റെ നടുവൊന്ന് മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇതിന്റെ നടുക്കൊക്കെ അതിന്റെ കുരു ഉണ്ട്. അപ്പൊ ഈ കുരുവോട് കൂടി തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിന് ഒരുപാട് കട്ടിയൊന്നുമില്ല. ഇപ്പൊ ഞാനിത് അവിടെ സുക്കിനിയൊക്കെ ഒന്ന് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. തൊലിയോട് കൂടി അതിന്റെ കുരുവോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനിത് ഈ ഒരു കട്ടിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ അത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കട്ടിക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇനിയിപ്പോ ഞാനിവിടെ അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കടുക് ഇത് നന്നായിട്ട് ഇവിടെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക് 4 മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. ഒരു 30-40 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സുക്കിനി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതൊരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 1 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണേ. ഇപ്പൊ ഇത് 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് അവിടെ നടപ്പൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് എല്ലാം കൂടെ. ഈ സുക്കിനിക്ക് ഒരുപാട് അങ്ങോട്ട് വേവൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളമുള്ള ഒരു പച്ചക്കറിയാണിത്. അപ്പൊ നമ്മൾ ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി ഒരുപാട് അങ്ങോട്ട് വെന്ത് അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു 4 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ടുള്ളത്. കടല ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടപ്പം തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നും. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുക്കിനി മസാല അല്ലെങ്കിൽ സുക്കിനി കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മസാല എന്ന് പറയുമ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലയാണ്. ഇത് നിങ്ങൾക്ക് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.